മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡേറ്റ ഫ്ലോ. അപ്പം നമുക്ക് എലിജിബിലിറ്റി ഉണ്ടായതുകൊണ്ട് മാത്രം നമുക്ക് ദുബായിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എവിടെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്, അതായത് നമ്മൾ ഏതൊക്കെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ വെരിഫിക്കേഷൻ പോകും. ആ വെരിഫിക്കേഷനൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലുകാർ അക്സെപ്റ്റ് ചെയ്ത് ഒരു ഡേറ്റ ഫ്ലോ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. ആ ഡേറ്റ ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം നമ്മളുടെ എക്സ്പീരിയൻസ് വെച്ച്. ഇപ്പം നമ്മൾ അഡൽട്ടിലാണ് വർക്ക് ചെയ്യുന്നെങ്കിൽ ACLS, BLS, പീഡിയാട്രിക്കിലാണ് വർക്ക് ചെയ്യുന്നെങ്കിൽ PALS, ആ സർട്ടിഫിക്കറ്റ് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. അതും മിനിമം 1 ഇയർ വാലിഡിറ്റി എങ്കിലും ഉണ്ടായിരിക്കണം. അതും ഇവിടെ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ സർട്ടിഫിക്കറ്റ്സിനാണ് പ്രയോറിറ്റി കൂടുതൽ. അപ്പം മാക്സിമം നിങ്ങൾ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ തന്നെ വാലിഡിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറയുന്നത് പോലെ അവസാനത്തെ പോയിന്റ് അറ്റസ്റ്റേഷനാണ്. ഡിഗ്രി സർട്ടിഫിക്കറ്റ്, നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മൾ അറ്റസ്റ്റേഷൻ ചെയ്തിരിക്കണം. അത് നമുക്ക് നമ്മളുടെ രജിസ്ട്രേഷൻ എവിടെയാണോ അവിടുത്തെ അറ്റസ്റ്റേഷൻ. എൻ്റെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ കേരള രജിസ്ട്രേഷൻ ആയിരുന്നു. ഞാൻ കേരളത്തിലാണ് പഠിച്ചത്. അപ്പോൾ കേരള രജിസ്ട്രേഷൻ ഉണ്ട്. കേരള രജിസ്ട്രേഷൻ അപ്പോൾ കേരളത്തിൽ അറ്റസ്റ്റേഷൻ ഉണ്ടായിരിക്കണം. നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന ദുബായിൽ അറ്റസ്റ്റേഷൻ ഉണ്ടായിരിക്കണം. നേരത്തെയൊക്കെ നമ്മളുടെ നാട്ടിൽ വെച്ച് നമുക്ക് ദുബായ് അറ്റസ്റ്റേഷൻ ചെയ്യാൻ പറ്റില്ല. നൗ ഡേയ്സ് നല്ല ഏജൻസിനെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ദുബായ് അറ്റസ്റ്റേഷൻ നമുക്ക് നാട്ടിൽ വെച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മൾ അറ്റസ്റ്റേഷൻ ചെയ്യണം. അതുപോലെ തന്നെ അത് നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മൾ അറ്റസ്റ്റേഷൻ ചെയ്തിരിക്കണം. നാട്ടിൽ അറ്റസ്റ്റേഷൻ നമുക്ക് എവിടെയാണോ രജിസ്ട്രേഷൻ ഉള്ളത് അവിടുത്തെ അറ്റസ്റ്റേഷനും വേണം. അതുപോലെ തന്നെ ദുബായ് അറ്റസ്റ്റേഷനും വേണം. അപ്പം ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ നമുക്ക് ദുബായിൽ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം ഇൻ കേസ് നമുക്ക് ജോലി കിട്ടുവാണെങ്കിൽ തന്നെ നമ്മുടെ പ്രോസസ്സിങ് ഡിലേ ആവാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ജോലിക്ക് കയറാനായിട്ടും പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.